പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പി വത്സലയുടെ ഒരു കഥയാണ്. കഥയുടെ പേര് വേനൽ പരീക്ഷകൾ എന്നാണ്. വേനൽ പരീക്ഷകൾ. ചുട്ടുപൊള്ളുന്ന സിമൻറ്റ് പടികൾ കുറേശ്ശെ തണുക്കുവാൻ തുടങ്ങി. കുട്ടി നിൽപ്പു മതിയാക്കി മുൻവശത്തെ പടികളിലൊന്നിൽ ഇരുന്നു. ഉടുപ്പും പോയ വർഷത്തെ പാഠപുസ്തകങ്ങളും മുടി കൊഴിഞ്ഞുപോയ ഒരു പാവക്കുട്ടിയെയും നിറച്ച പുസ്തകസഞ്ചി അവളുടെ അടുത്ത് കാത്തിരുന്നു. അമ്മ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ പരീക്ഷയുടെ അന്ന് ഉച്ചതിരിയും മുമ്പ് അമ്മ ഹോസ്റ്റലിൽ എത്തുമായിരുന്നു. എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കളുടെ വിരലിൽ തൂങ്ങി പടി ഇറങ്ങിപ്പോകുന്നത് കുട്ടി നോക്കിയിരുന്നു. ആദ്യം ഒരുങ്ങിയത് അവളാണ്. പരീക്ഷ എഴുതാൻ ക്ലാസ് മുറിയിലേക്ക് പോകും മുമ്പ് സഞ്ചിയിൽ അവളുടെ സമ്പത്തെല്ലാം അവൾ ഒരുക്കി വെച്ചു. പേന പുറത്തെ പോക്കറ്റിൽ. പരീക്ഷാ ഹാളിൽ നിന്ന് ഒരു കുതിപ്പ്. ആദ്യം ഹോസ്റ്റലിനകത്തു കയറിയതും ബാഗുമായി പുറത്തു കടന്നതും പൂമുഖത്തെ ചവിട്ടുപടിയിൽ നിലയുറപ്പിച്ചതും അവളാണ്. വീതി കൂടിയ ചവിട്ടുപടികൾ ഇറങ്ങി അവളുടെ ഇരുവശത്തൂടെയും അച്ഛനമ്മമാരും കുട്ടികളും ഇറങ്ങിപ്പോയി. കൂടെ പഠിക്കുന്ന സരിത അവളെ ചൂണ്ടിക്കാണിച്ചിട്ട് തൻ്റെ അമ്മയോട് പറഞ്ഞു, "ഈ നിൽക്കുന്നത് അനൂപ. അവളുടെ അമ്മ എന്നും നേരത്തെ വരാറുള്ളതാണ്." സരിതയുടെ അമ്മ കുട്ടിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതേയില്ല. ബോഗൻവില്ല തഴച്ചു നിൽക്കുന്ന ഗേറ്റിലൂടെ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആരും അകത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ സിമൻറ്റ് പടികൾ കുറെ കൂടി തണുത്തു. ഒരു ആർദ്രമായ കാറ്റ് ഒഴുകിയെത്തി കുട്ടിയെ വാരി പുണർന്നു. കാറ്റിൽ അമ്മയുടെ പുടവയുടെ മണം. അത് പിടിച്ചെടുക്കാൻ അവൾ ശ്രമിച്ചു. വരണ്ട മണ്ണിൻ്റെ മണം മാത്രം. ഈയിടെ അമ്മയുടെ പുടവയ്ക്ക് ഏതോ ഒരസാധാരണ പരിമളമുണ്ടെന്ന് അവൾ ഓർത്തു. പഴയ സാരിക്കു പകരം ഒരു പുതിയ നീല സാരിയും ചുവന്ന ബ്ലൗസും ധരിച്ചാണ് അമ്മ അരക്കൊല്ല പരീക്ഷയുടെ അവസാന ദിവസം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നത്. അവൾ വിസ്മയിച്ചു, ആനന്ദിച്ചു. നല്ല സാരി ചുറ്റിയപ്പോൾ മറ്റെല്ലാവരുടെയും അമ്മമാരേക്കാൾ സുന്ദരിയായിരുന്നു അവളുടെ അമ്മ. മൂക്കിൽ ചുവന്ന മൂക്കുത്തി, കഴുത്തിൽ ചുവപ്പും സ്വർണ്ണ നിറവുമുള്ള മണികൾ കോർത്ത ഒരു മാല. ഇത്ര കാലവും അമ്മ ഇതൊന്നും ധരിക്കാതിരുന്നതെന്തേ? മറ്റുള്ളവരുടെ അമ്മമാരെ പോലെ തൻ്റെ അമ്മയും ഉടുത്തൊരുങ്ങി വരാൻ തുടങ്ങിയതിൽ അവൾ അഭിമാനിച്ചു. സരിതയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പറയണം, "ഇതാ എൻ്റെ അമ്മ വന്നിരിക്കുന്നു. ഞാൻ പോവട്ടെ കുട്ടി." അതിനു മുമ്പേ സരിത അവളുടെ അമ്മയുടെ കൂടെ ചിരിച്ചു തിമിർത്ത് പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ ഓടിപ്പോയി. ഇപ്പോൾ വിശാലമായ മുറ്റം വിജനമായിരിക്കുന്നു. തോട്ടക്കാരൻ ചെടികൾ നനയ്ക്കുന്നു. സിസ്റ്റർ വാർഡൻ ആപ്പീസ് മുറിയിൽ നിന്ന് വരാന്തയിൽ ഇറങ്ങി നിന്ന് നീരസത്തോടെ ചോദിക്കുന്നു, "നിന്റെ മമ്മി ഇനിയും വന്നിട്ടില്ല അല്ലേ?" അവർ എന്തോ കുറ്റം ചെയ്ത ഭാവമാണ് സിസ്റ്ററുടെ സ്വരത്തിൽ. ഗേറ്റിനരികിലേക്ക് നോക്കി അവർ പറഞ്ഞു, "നിന്റെ അമ്മയ്ക്ക് നിന്നെ വേണ്ടായിരിക്കും." കുട്ടി നടുങ്ങി. ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ അകവും പുറവും നിറഞ്ഞു നിന്ന ഏകാന്തത അവളെ പേടിപ്പെടുത്തി. ചെകിടു കേൾക്കാൻ അരുതാത്ത തോട്ടക്കാരൻ തൊമ്മി മാത്രമാകും തൻ്റെ കൂട്ടിന് എന്ന ചിന്ത അവളെ ആകുലയാക്കി. ആപ്പീസുമുറിയിലെ മേശ ഒതുക്കി വെച്ച് സിസ്റ്റർ കതകടച്ചു പൂട്ടുകയാണ്. അവർ നീരസത്തോടെ തോട്ടക്കാരനോട് വിളിച്ചു പറഞ്ഞു, "തൊമ്മി, അനൂപ ഇവിടെ നിൽപ്പുണ്ട്. അവളുടെ മമ്മി ഇപ്പോഴും വരും." തോട്ടക്കാരൻ തിരിഞ്ഞു നോക്കാതെ തലയാട്ടി. ജപമണികളുടെ കിലുക്കം അകന്നകന്നുപോയി. അടച്ചിട്ട കതകിനു മുമ്പിൽ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന പടികൾക്കു മീതെ അനൂപ എന്ന കുട്ടി കാത്തിരിപ്പ് തുടർന്നു. നന കഴിഞ്ഞ് ഉണങ്ങിയ പൂക്കളിൽ നിന്ന് ഏതാനും വിത്തുകൾ ശേഖരിച്ച് തൊമ്മി ഗേറ്റിനടുത്തേക്ക് നടന്നു. കുട്ടിക്ക് സമാധാനമായി. അയാളോട് ഒരക്ഷരം നേർക്കുനേരെ പറയാനൊക്കില്ല. നിശബ്ദനായി അയാൾ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പഴയ രാക്ഷസന്റെ കഥയാണ് അവൾക്ക് ഓർമ്മ വരിക. ഒരു പൂ തൊടാനോ ഒരു പൂമ്പാറ്റയുടെ പുറകെ തോട്ടത്തിലൂടെ ഓടാനോ അയാൾ അനുവദിക്കില്ല. സൂര്യൻ്റെ ഇതളുകൾ പോലുള്ള പൂവുകൾ കാറ്റിൽ തലയാട്ടി അവളെ വിളിച്ചു. കുട്ടി തോട്ടത്തിലിറങ്ങി പൂവിത്തുകൾ നുള്ളിയെടുത്തു. സ്കേർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. ഗ്രാമത്തിൽ കുഴൽവെള്ളം എത്തിയിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഒരു കൊച്ചു പൂന്തോട്ടം ഉണ്ടാക്കുന്നതിനെപ്പറ്റി അമ്മ പറഞ്ഞിരുന്നു. 4 തരം ചെടികളുടെ വിത്തുകൾ ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് അമ്മയെ കാണാൻ തിടുക്കമായി. പൊതുവഴിയിലേക്കുള്ള പടിവാതിൽ തുറന്നു കിടന്നു. തൊമ്മി കൂട്ടുകാരനുമായി ഉറക്കെ സംസാരിക്കുകയാണ്. അപ്പോഴും അകത്തേക്കുള്ള വഴി ശൂന്യം.
അമ്മ വരാത്തത് എന്ത്? സിമന്റ് പടികൾ തീർത്തും തണുത്തു. നാട്ടിപ്പണി കഴിഞ്ഞ് വൈകുന്നേരം വീടെത്താറുള്ള അമ്മയുടെ കൈകൾ പോലെ അവൾ ഉള്ളം കൈകൾ പരത്തി പടികളിൽ ഊന്നി. പുറത്ത് വാഹനങ്ങൾ ഇരമ്പിപ്പായുന്നു. പൂമ്പാറ്റകൾ വീടുകളിലേക്ക് പോയി കഴിഞ്ഞു. ഒരേ ഒരു വണ്ട് മാത്രം പരുത്ത ശബ്ദത്തിൽ മൂളി മൂളി ചെടികൾക്കിടയിലൂടെ പറന്നു കളിക്കുന്നു. കെട്ടിടത്തിൻ്റെ അടഞ്ഞുകിടക്കുന്ന ജാലകങ്ങൾ അവളെ പൂർവാധികം ഭയപ്പെടുത്തി. വലിയ പോർച്ച് വാ പിളർത്തി വിഴുങ്ങാനായിരുന്നു. അവൾ ഭാരിച്ച ബാഗ് തൂക്കി ചുമലിലൂടെ പുറത്തേക്കിട്ട് അതിവേഗം ഗേറ്റിലേക്ക് കുതിച്ചു. ഭാരത്തിൻ്റെ കിതപ്പ് അവളെ ശ്വാസം മുട്ടിച്ചു. അപ്പോഴും കൂട്ടുകാരനുമായി വെടി പറഞ്ഞു നിൽക്കുന്ന തൊമ്മി ചോദിച്ചു, അവസാനം നിന്റെ തള്ളൻ വന്നു അല്ലേ? അയാൾ തിരിഞ്ഞു നോക്കിയില്ല. തലങ്ങും വിലങ്ങും ഓടിപ്പോകുന്ന വാഹനങ്ങളുടെ ഒഴുക്കു നോക്കി കുട്ടി അന്തിച്ചു നിന്നു. ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലൂടെ അവൾ നടന്നു. ഒരു സൈക്കിളിൻ്റെ ഹാൻഡിലിൽ കൊളുത്തി അവളുടെ മുടിക്കെട്ടിൻ്റെ റിബൺ അഴിഞ്ഞുപോയി. സ്റ്റാൻഡിൽ അവളുടെ ഗ്രാമത്തിലേക്കുള്ള ബസ് വന്നണയുന്ന ദിക്കിൽ അനൂപ കാത്തുനിന്നു. പെട്ടെന്ന് ആകാശത്തിൻ്റെ ചെരിവുകൾ കറുക്കുകയും തീ പറത്തുന്ന ഒരു നോട്ടം അവളെ ഭീതിതയാക്കുകയും ചെയ്തു. അദൃശ്യമായ തണുത്ത കയ്യുകൾ അവളെ കെട്ടിപ്പിടിച്ചു. ഭയം കൊണ്ട് കുട്ടിയുടെ മിഴികൾ ഉരുണ്ടു. നിമിഷനേരം കൊണ്ട് അവ എണ്ണയൊഴിച്ച കരിവിളക്കുകൾ പോലെ നിറഞ്ഞു തിളങ്ങി. ചുവപ്പും നീലയും വരകളുള്ള ബസ് അവളുടെ മുമ്പിൽ വന്നു നിന്നു. അമ്മയെ എന്ന പോലെ അവൾ വണ്ടിയെ തിരിച്ചറിഞ്ഞു. ഇതാ തേര് വന്നു ചേർന്നിരിക്കുന്നു. രാജകുമാരി ഒറ്റയ്ക്ക് യാത്രയ്ക്കൊരുങ്ങുകയാണ്. അമ്മയുടെ ഇടം ദിവ്യദൃഷ്ടി കൊണ്ട് അറിയാൻ കഴിയുന്ന തേര്, ചുവന്ന മെത്തയുള്ള ഇരിപ്പിടം. ആരോ അവളുടെ പുസ്തക സഞ്ചി താങ്ങി അകത്തെത്തിച്ചു. ഡ്രൈവറുടെ ഇടതുവശത്തുള്ള ഒറ്റ സീറ്റിൽ അവൾ മുന്നോട്ട് നോക്കിയിരുന്നു. ഇരുണ്ട ആകാശത്തിൻ്റെ നിറമുള്ള പാത. പാതയിലേക്ക് ആകാശത്തിൻ്റെ കയ്യുകൾ ആലിപ്പഴങ്ങൾ വാരി എറിയുന്നു. മഴമുത്തുകൾ വർഷിക്കുന്നു. ഉടലിൽ പൊടി പുരണ്ട നീർക്കണങ്ങൾ ഉരുണ്ടു വീണു പ്രണമിക്കുന്നു. അവൾ മഴത്തുള്ളികളെ നോക്കി മെല്ലെ ചിരിച്ചു. പെട്ടെന്ന് വലിയ പരുപരുത്ത കൈത്തലം അവളുടെ കൺമുമ്പിലേക്ക് നീണ്ടുവന്നു. അവൾ ഞെട്ടി. വണ്ടിക്കൂലി. അവൾ തൻ്റെ കൊച്ചു സ്കേർട്ടിൻ്റെ കീശയിൽ കൈയിട്ട് ഒരു തൂവാല പുറത്തെടുത്തു. തൂവാലത്തുമ്പിലെ കെട്ടഴിച്ച് എണ്ണി നോക്കി. 1 രൂപ 85 പൈസ. പലപ്പോഴായി മിഠായി മേടിക്കാൻ അമ്മ കൊടുക്കാറുള്ള നാണ്യങ്ങൾ അവൾ ഒരിക്കലും താഴെ വെച്ചിരുന്നില്ല. ഒരു തൂവാലത്തുമ്പിൽ ഭദ്രമായി കെട്ടി ഉടുപ്പിൻ്റെ പോക്കറ്റിൽ കൊണ്ടു നടന്നു. കുട്ടികളുടെ കൈവശം 1 പൈസ പോലും കണ്ടുപോകരുതെന്നാണ് സിസ്റ്ററുടെ നിർദ്ദേശം. ഒരു മോഷണ വസ്തു എന്ന പോലെ ആരെയും കാണിക്കാതെ അവൾ തൂവാല കൊണ്ടു നടന്നു. നാണ്യങ്ങൾ മുഴുവനും കണ്ടക്ടറുടെ കയ്യിൽ ചൊരിഞ്ഞുകൊടുത്ത് അവൾ ആശ്വാസത്തോടെ സീറ്റിൽ ചാരിയിരുന്നു. വീട്ടിലെത്തട്ടെ. അമ്മയുടെ പക്കൽ നിന്നും 2 രൂപ മേടിക്കണം. 2ൻ്റെ ഒറ്റ നാണ്യം തൂവാലയിൽ കെട്ടാൻ സുഖം. അമ്മ എന്നെ കൊണ്ടുപോകാൻ വന്നില്ലല്ലോ. എനിക്കറിയാം ഒറ്റയ്ക്ക് വരാൻ. ഇനി എന്നും ഞാൻ തനിച്ച് തന്നെ വന്നോളാം. ഇടയ്ക്ക് മഴമുത്തുകൾ വാരിയെറിഞ്ഞ് മേഘങ്ങൾ അതിവേഗം ഓടിപ്പോകുന്നു. അടുത്തുകൂടെ കടന്നുപോയ കണ്ടക്ടർ ചോദിച്ചു, ഇന്ന് എവിടെ പോയി നിൻ്റെ അമ്മ? ഞാൻ വലുതായില്ലേ, ഇനി തനിച്ചാ പോക്ക് വരവ്, കുട്ടി അഭിമാനത്തോടെ പറഞ്ഞു. ബാക്കി പൈസ? പെട്ടെന്ന് അവൾക്ക് കരച്ചിൽ വന്നു. 15 പൈസയല്ലേ, സാരില്ല. ഇനി ഒന്നും തന്നില്ലെങ്കിലും നിന്നെ ഞങ്ങൾ നാട്ടിലെത്തിച്ചേനെ. കണ്ടക്ടർ മറുഭാഗത്തേക്ക് നടന്നു. അയാളുടെ വാക്കുകളുടെ മധുരം കണ്ണീരിനെ വറ്റിച്ചു. ഇപ്പോൾ അവൾ ചിന്തിക്കുന്നത് ഇരുട്ടിനെ കുറിച്ചാണ്. ബസ് ഇറങ്ങിയാൽ കുറേ ദൂരം നടക്കണം. റോഡിന് ഇരുവശവും അരിപ്പൂക്കാടാണ്. മിന്നാമിനുങ്ങുകൾ ഉണ്ടാവും. എന്നാലും ഇരുട്ടിൻ്റെ കറുപ്പ് കാണുമ്പോൾ അമ്മ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്നുണ്ടാവുമോ? നേരിയ പ്രത്യാശയോടെ അവൾ അനങ്ങാതിരുന്നു. സഞ്ചിയുടെ ഭാരം അവൾക്കൊരു പ്രശ്നമായിരുന്നില്ല. മാധവേട്ടൻ്റെ കടയിൽ വെച്ചിട്ട് പോകാം, പിന്നീട് അമ്മ വന്നിട്ട് എടുത്തുകൊള്ളും. അന്തേ അമ്മ വരാത്തത്? ഇപ്പോൾ മറ്റെല്ലാ ചിന്തകളും അവളുടെ മനസ്സിൻ്റെ വഴികളിൽ അടിഞ്ഞുകൂടി. ഒരൊറ്റ വഴിയിൽ ഒരു വല്ലാത്ത വെളിച്ചം, പിന്നെ ഇരുട്ട്. അമ്മ എന്തു ചെയ്യുകയാണ്? സിസ്റ്ററുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ തികട്ടി വന്നു. നിന്റെ അമ്മയ്ക്ക് നിന്നെ പൊട്ടിക്കരയണമെന്ന് തോന്നി. ആൾക്കാരുടെ മുഴുവനും നോട്ടം അവൾ തൂവാല മുഴുവനും തിരുകി കൊച്ചു വായിക്കകത്താക്കി. ശ്വാസം മുട്ടുന്നത് പോലെ നിറയെ ആൾക്കാർ തിങ്ങിയ വണ്ടിക്കകത്ത് ഒരു കരച്ചിൽ പോലെ കാറ്റ് ചൂളം കുത്തുന്നു. മുളംകൂട്ടങ്ങൾ വിറയ്ക്കുന്നു.
ഏതോ ഒരു കൈ നീണ്ടുവന്ന് അവളുടെ വായിൽ നിന്ന് ഒറ്റ വലിക്ക് തൂവാല പുറത്തെടുക്കുന്നു. ലജ്ജ കൊണ്ട് അവൾക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു യാത്രക്കാരൻ, കണ്ടക്ടർ, വൈകി വീട്ടിലേക്ക് മടക്കുന്ന മറ്റൊരു സ്കൂൾ കുട്ടി, അങ്ങനെ മറ്റൊരു ഹതഭാഗ്യ കൂടി ഈ ബസ്സിനകത്തുണ്ടോ? പൊടുന്നനെ അവൾക്ക് അല്പം സമാധാനം തോന്നി. മുഖം തിരിക്കാതെ മിഴികൾ പാതി തുറന്ന് അവൾ ഇടവും വലവും നോക്കി. ഗ്രാമത്തിലെ ഒരു സ്ത്രീ, കാളിയുടെ മടിയിൽ അരിയും സാധനങ്ങളും നിറച്ച ഒരു സഞ്ചിയും കുട്ടിയും. തുണി തൊള്ളേ തിരികെ ചത്തുപോവില്ലേ? കാളി ചോദിച്ചു. അവൾ കീഴ്പോട്ട് നോക്കി സ്വയം ഒളിച്ചു. കാളി താമസിക്കുന്നത് ഗ്രാമത്തിൽ അവളുടെ വീടിനും അപ്പുറത്താണ്. കാളിയുടെ കൂടെ നടന്നു പോകാം അവൾക്ക് സമാധാനമായി. കാളിയോട് പണ്ടില്ലാതിരുന്ന അടുപ്പം തോന്നി. അവളുടെ സഞ്ചിയിൽ നിന്ന് വീഴാൻ ഭാവിച്ച പൊതിക്കെട്ട് കുട്ടി ഒതുക്കി വെച്ചു കൊടുത്തു. പെൻസിൽ ബോക്സിലുള്ള മിഠായി ഈ കുട്ടിക്ക് കൊടുക്കണം. ഒരു കഷ്ണം കളർ ചോക്ക് കൊടുക്കാം. 2 മിഠായി ഉള്ളതിൽ 1 മതി അമ്മയ്ക്ക്. സ്കൂളിൽ വരാത്തതിൻ്റെ ശിക്ഷ. കൊണ്ടുപോകാൻ വന്നില്ലല്ലോ. അവൾ ബാഗിൻ്റെ സൈഡ് പോക്കറ്റ് തുറന്ന് ഒരു മിഠായി എടുത്ത് കുഞ്ഞിനു നൽകി. പൊതി അഴിക്കാതെ കുട്ടി മിഠായി വായിലിട്ടു. അയ്യേ, കടലാസ് തൊണ്ടയിൽ കുടുങ്ങും. അവൾ പരിഭ്രമിച്ചു. സൂത്രത്തിൽ അമ്മ കുഞ്ഞിൻ്റെ വായിൽ വിരലു കടത്തി മിഠായി കടലാസ് പുറത്തെടുത്തു. കണ്ണീര് നിറഞ്ഞു നിന്ന മിഴികൾ കൊണ്ട് കുഞ്ഞ് അനുപമയെ നോക്കി വലിയ വാ തുറന്ന് ചിരിച്ചു. മിഠായി അവൻ നുണ്ണിനും നാവിനും ഇടയിൽ ഇറുക്കി വെച്ചു. അവൾക്ക് ഒരനിയനില്ല. എനിക്കെന്താ ഒരനിയനില്ലാത്തത് അമ്മേ? ഉണ്ടാവും. എന്നിട്ട് അവിടെ കുറച്ചും കൂടി കഴിയട്ടെ. അവൾ അച്ഛൻ്റെ മുഖം ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു. താടി വടിക്കാതെ മൂർച്ചയുള്ള ഉമ്മകൾ തരുന്ന അച്ഛൻ അവളോട് ചോദിക്കുമായിരുന്നു, നിനക്ക് അച്ഛനെയോ അമ്മയോ കൂടുതൽ ഇഷ്ടം? എന്തു മറുപടി പറഞ്ഞു എന്ന് ഓർമ്മയില്ല. ഇപ്പോൾ അച്ഛൻ ഒരോർമ്മ മാത്രമാണ്. അന്യനാട്ടിലേക്ക് തൊഴിൽ തേടിപ്പോയ അച്ഛനെ അമ്മ പോലും മറന്നുവോ? അച്ഛൻ ഇടയ്ക്ക് വല്ലപ്പോഴും കയറി വരുമ്പോൾ വീട്ടിൽ പൊട്ടിമുളയ്ക്കുന്ന വഴക്കുകൾ അവളെ ഭീതിതയാക്കി. കണ്ണിറുക്കി അടച്ച് അകത്തെ മൂലയിൽ പതുങ്ങി നിന്നു. അവൾ അറിയാതെ ചെവിയോർക്കും. അടി വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ അലർച്ചയോടെ അമ്മ നിലം പതിച്ചു. അവൾ വിറച്ചുപോയി. അമ്മയുടെ നെറ്റിയിൽ നിന്ന് പുരികങ്ങളിലൂടെ ചോര ഒഴുകി. ഒരു കുറി പോലെ കല. അമ്മയുടെ തൂനെറ്റിയിൽ അഭംഗി ഉളവാക്കിയ ആ കല അവളെ അച്ഛൻ്റെ ക്രൂരതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടാവാമെന്ന ചിന്ത അവളെ കിടിലം കൊള്ളിച്ചു. മഴക്കാറുകൾ മൂടിയ മൂവന്തിയിലേക്ക് അവൾ ബസ് ഇറങ്ങിയവരെല്ലാം ധൃതിയിൽ നടന്നുപോയി. ആരും അവളെ ശ്രദ്ധിച്ചില്ല. ഈ ഭൂമിയുടെ മാറിൽ അവൾ തീർത്തും അനാഥയായി. ദിക്കറിയാൻ വയ്യ. ഒരേ ഒരു കറുത്ത ഇരുട്ട്. പൊന്തകളും മരങ്ങളും അവളെ തിരിച്ചറിഞ്ഞു. കണ്ണു ചിമ്മി തുറന്ന് അവ അവളെ വീണ്ടും നോക്കി. മിനാമിനുങ്ങുകൾ വഴി കാണിച്ചു. കാളിയെ കണ്ടുമില്ല. കടയിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങിപ്പോകുന്നു. ഇടയ്ക്ക് അവൾ ആകാശത്തിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. പാതി തേഞ്ഞ ചന്ദ്രകലയും മായുന്നു. തൻ്റെ ഭാരിച്ച സഞ്ചി കൈവടിയാൻ അവൾ ആഗ്രഹിച്ചില്ല. വെളിച്ചം നഷ്ടപ്പെട്ട ഒരു രാവണ്ട് കുറേ നേരം അവളെ പിന്തുടർന്നു. അത് നിശബ്ദമായ അന്തരീക്ഷത്തിൽ അദൃശ്യവൃത്തങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. കുട്ടി പുസ്തക സഞ്ചി ചുമലിലൂടെ പുറത്തേക്കിട്ടു. കടത്തിണ്ണയിൽ വയ്ക്കാമെന്ന ആദ്യ ചിന്ത അവൾ വെടിഞ്ഞു. തനിക്ക് സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ഈ ഒരു സഞ്ചി മാത്രമേ അഭയമായിട്ടുള്ളൂ എന്ന ചിന്ത അവളെ ഗ്രസിച്ചു. ഭാരമേറിയ സഞ്ചിയേക്കാൾ ഭാരം പുറത്തെ ഇരുട്ടിനാണെന്ന് അവൾ അറിഞ്ഞു. ഇരുട്ട് അവളെ ഏകാക്കിയാക്കിയിരിക്കുന്നു. ഇരുട്ടിൻ്റെ അറിയാത്ത ഭാവം കണ്ട് അവളുടെ ചുണ്ടുകൾ വിതുമ്പി. പിറന്ന ഗ്രാമത്തെ അന്യമാക്കിയിരിക്കുന്ന ഈ അന്ധകാരം ഇതിനു മുമ്പൊരിക്കലും അവൾ കണ്ടിട്ടില്ല. അവൾ കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെ മിന്നാമിനുങ്ങുകൾ അലങ്കരിച്ച പൊന്തകൾക്കിടയിലൂടെ മുന്നോട്ട് പോയി. വരണ്ട വയലിൽ കിടന്ന് ഒരു രാപ്പാടി കരയുന്നു. വഴി ഒരു വളവിലെത്തിയെന്ന് അവൾ അറിഞ്ഞു. 3 രാക്ഷസന്മാർ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന വളവിലെത്തിയപ്പോൾ കാട്ടാറിൻ്റെ ഇരമ്പൽ കാതിലലച്ചു. കടയിൽ നിന്നിറങ്ങി അവസാനത്തെ 2 പേർ രാത്രിയോട് മെല്ലെ മെല്ലെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവൾക്ക് പുറകെ വരുന്നുണ്ടായിരുന്നു. അവരുടെ ശബ്ദത്തിൽ നിന്ന് ഗ്രാമത്തിലുള്ളവർ തന്നെ എന്ന് കുട്ടി തീരുമാനിച്ചു. ഇപ്പോൾ അവൾക്ക് ഭയമില്ല. സഞ്ചിയുടെ ഭാരം അവളെ ഭൂമിയുടെ മാറിലേക്ക് അമർത്തിക്കൊണ്ടിരുന്നു. കാലിലെ ഹവായി ചെരുപ്പുകളിൽ ഒന്ന് ഇരുട്ടിലെങ്ങോ ഊരി വീണുപോയെന്ന് അവൾ അറിഞ്ഞു. നേർത്ത നാട്ടുവെളിച്ചത്തിൽ നഷ്ടപ്പെട്ട ചെരുപ്പ് കണ്ടെത്താൻ പറ്റില്ലെന്നറിഞ്ഞ് അവൾ നടന്നു. ഒരു പാദം കൊണ്ട് അവൾ ഭൂമിയുടെ നെഞ്ചിടിപ്പറിഞ്ഞു.
സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ഓടിക്കളിച്ചിരുന്ന പാതയിലെ കല്ലുകളെ അറിഞ്ഞു. മറ്റേ കാലിൻ്റെ ബന്ധനം അസുഖകരമായി. അവൾ രണ്ടാമത്തെ ചെരുപ്പ് മൂരിക്കളഞ്ഞ് കൂർത്ത കല്ലുകളുടെ സാന്നിധ്യത്തിൽ മുന്നോട്ടു നടന്നു. മുമ്പെന്നോ ടാറിട്ടു തകർന്നു തരിപ്പണമായ പാതയുടെ പഴയ ഓർമ്മകളിൽ പാദമൂന്നുന്ന വേളയിൽ അവൾ വീണ്ടും അമ്മയെ ഓർത്തു. നിരത്തുവക്കിലെ കുടിലിൻ്റെ വെളിച്ചം അവൾ ദൂരെ നിന്നു തന്നെ കണ്ടു. കറുത്ത അന്ധകാരത്തിൽ ഒരു ചിത പോലെ കാണപ്പെട്ട അത്താഴത്തിൻ്റെ അടുപ്പിന് മുമ്പിൽ നിഴലിളകുന്നു. അരിവെന്ത മണം രാക്കാറ്റിൽ ഒഴുകിയെത്തുന്നു. വളവിലെ രാക്ഷസന്റെ ചുമലിലിരുന്ന് ഒരു കൂമൻ മൂളുന്നു. മറുത്തൊരു മൂളൽ അക്കരെ നിന്നു കേൾക്കാവുന്നു. കിതച്ചുകൊണ്ട് ഒരു മത്സര ഓട്ടത്തിൻ്റെ അവസാനത്തിലെന്ന പോലെ അവൾ മിനുസമാർന്ന മുറ്റത്ത് കാലൂന്നുന്നു. അമ്മ തേച്ചു മെഴുകി മിനിപ്പിച്ച വലിയ മുറ്റം. മുറ്റത്തിൻ്റെ കോണിൽ നിന്ന് ടോമി എന്ന പട്ടി ഒറ്റച്ചാട്ടത്തിന് കുട്ടിയുടെ അടുത്തെത്തി മുട്ടി ഉരുമ്മി. 2 പ്രദക്ഷിണം വെച്ചു. പിന്നെ ദീനവും പതുങ്ങിയതുമായ ഒരു വിലാപത്തോടെ ആ ജന്തു അവളോടെന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. ആരാണത്? തിണ്ണയിലേക്ക് ഇറങ്ങി നിന്ന നിഴൽ ചോദിക്കുന്നു. അച്ഛൻ്റെ പരുക്കൻ സ്വരം. ഒരു പൊട്ടിക്കരച്ചിൽ അവളുടെ തൊണ്ടയിൽ തല തിരുകി ശ്വാസം മുട്ടിച്ചു. അടുപ്പിലെ ചിത ചൊരിയുന്ന വെളിച്ചത്തിൽ അവൾ അച്ഛൻ്റെ മുഖം തിരിച്ചറിഞ്ഞു. വീട്ടിൽ അമ്മയില്ല എന്ന ഉള്ളറിവിൽ അവളുടെ പാദങ്ങൾ കരുത്താർജിച്ചു. അവൾ പിന്തിരിഞ്ഞ് ഇരുട്ടിൻ്റെ കയത്തിലേക്ക് കൂപ്പുകുത്തി.